തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇക്കുറി വീറും വാശിയുമേറും. ജില്ലയിലെ 1666 സീറ്റ് പിടിക്കാൻ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് പുറമെ വിമതരും അപരരും സ്വതന്ത്രരുമടക്കം 5219 പേരാണ് കച്ചമുറുക്കിയിട്ടുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ പോരാട്ട ചിത്രം തെളിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ 101 സീറ്റുകളാണ് കൂടുതലുള്ളത്. അതിനാൽ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. കഴിഞ്ഞ തവണ 5463 പേരാണ് മത്സരിച്ചത്. വാർഡുകളുടെ അതിർത്തി പുനർനിർണയിച്ച ശേഷം പോളിംഗ് ബൂത്തുകളും പുനഃക്രമീകരിച്ചു. അന്തിമ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങ് തകർക്കുന്നു. അതിനാൽ ഓരോ പാർട്ടികൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയത് LDF ആയിരുന്നു. 72 ഗ്രാമപഞ്ചായത്തുകളിൽ 51 ഇടത്താണ് അവർ ജയിച്ചത്. പിന്നീട് 2 ഇടത്തു കൂടി അധികാരം പിടിച്ചു. ഇതോടെ നേട്ടം 53 തുടക്കത്തിൽ 17 പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടിയ UDFന് ഇപ്പോൾ 14 ഇടത്തു മാത്രമാണ് ഭരണം. NDA 3 ഇടത്ത് ഭൂരിപക്ഷം നേടി. പക്ഷേ സ്വതന്ത്രർക്കൊപ്പം ഇടത് വലത് മുന്നണികൾ ചേർന്നതോടെ അവർക്ക് ഭരിക്കാനായില്ല. വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞതായിരുന്നു NDAയുടെ നേട്ടം. 5 പഞ്ചായത്തുകളിൽ സ്വതന്ത്രരാണ് ഭരിക്കുന്നത്. അതിനാൽ ഈ തിരഞ്ഞെടുപ്പിലും സ്വതന്ത്രർ നിർണായകമാകും. പാർട്ടി സ്ഥാനാർത്ഥികളില്ലാത്ത ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ സ്വതന്ത്രന് ഔദ്യോഗിക പരിവേഷം നൽകിക്കഴിഞ്ഞു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ 1169 നിന്ന് 1253 ഉയർന്നത്. പുതുതായി 84 വാർഡുകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി നിർണായകമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 6 നഗരസഭകളിൽ 3 ഇടത്ത് UDFനുമായിരുന്നു ഭൂരിപക്ഷം. മാവേലിക്കരയിൽ 3 മുന്നണികളും 9 വീതം സീറ്റ് നേടി. ഒപ്പത്തിനൊപ്പമായിരുന്നു. 1 സീറ്റ് സ്വതന്ത്രനും നേടി. സ്വതന്ത്രനെ ചെയർമാനാക്കി UDF ഇവിടെ ഭരണം പിടിച്ചു. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പിന്തുണയോടെ UDFന് തന്നെയാണ് ഭരണം. ഇതിനു പുറമെ ചെങ്ങന്നൂർ, ഹരിപ്പാട് നഗരസഭകൾ UDF ഭരണത്തിലാണ്. കായംകുളം, ആലപ്പുഴ, ചേർത്തല നഗരസഭകളാണ് LDF ഭരിക്കുന്നത്. 6 നഗരസഭകളിലുമായി 215 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 219 ഉയർന്നു. അതുകൊണ്ട് തന്നെ പുതിയ വാർഡുകളും ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. ബ്ലോക്കുകളും ജില്ലാ പഞ്ചായത്തും എന്നും ഇടത്. ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11 ഇടത്തും LDF ആണ് ഭരിക്കുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് മാത്രമാണ് UDFനുള്ളത്. 158 ഡിവിഷനുകളാണ് ബ്ലോക്കുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 170 ഉയർന്നു. അതിനാൽ ഇക്കുറിയും മാറ്റങ്ങൾ ഉണ്ടാകാം. ജില്ലാ പഞ്ചായത്ത് ഭരണവും ഏറെ വർഷങ്ങളായി LDFന്റെ കയ്യിലാണ്. 23 ഡിവിഷനിൽ 21 ഇടത്താണ്. ഇപ്പോൾ ഡിവിഷനുകളുടെ എണ്ണം 24 ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.